വർഷങ്ങളായിട്ട് വെഞ്ഞാറമൂട് കൊലക്കേസിലെ പ്രതി അഫാന്റെ ഉമ്മയുടെ മൊഴിയിൽ യാതൊരു മാറ്റവും വരുന്നില്ലായിരുന്നു. എങ്ങനെയാണ് അപകടം സംഭവിച്ചതെന്ന് ചോദിക്കുമ്പോൾ കട്ടിലിൽ നിന്ന് വീണതാണ് പരിക്ക് പറ്റിയിരിക്കുന്നത്. ഇത്രയും ആഴത്തിലുള്ള മുറിവ് എങ്ങനെ പറ്റിയെന്ന് ചോദിക്കുമ്പോൾ കട്ടിലിൽ നിന്ന് വീണു, അന്നേരം എണീക്കാൻ ശ്രമിച്ചു, എന്നിട്ട് വീണ്ടും വീണു, അങ്ങനെയൊക്കെയാണ് അവർ മൊഴി പറയുന്നത്. അതിൽ യാതൊരു മാറ്റവും ഇല്ലായിരുന്നു. അപ്പോൾ ഇന്നലെ മുതൽ ഷെമി പറയുന്നുണ്ട്, ഷാളിട്ട് തൻ്റെ മകന് കഴുത്തിൽ കുരുക്കിട്ടു, അങ്ങനെ ആക്രമിച്ചതാണ് എന്ന് സംഭവം ഇവർ പറയുന്നുണ്ട്. ഇപ്പോഴാണ് അവർക്ക് സത്യം പറയാനുള്ളത് തോന്നിയത്. അതെന്തോ കാരണം കൊണ്ട്, എന്തോ കാര്യങ്ങൾ കൊണ്ടാണ്. ഇതുവരെയും മകനെ രക്ഷിക്കണം, മകനെ രക്ഷിക്കണം എന്ന് മാത്രമേ ഈ ഉമ്മ പറഞ്ഞിരുന്നുള്ളൂ. എങ്ങനെയെങ്കിലും മകനെ പുറത്തു കൊണ്ടുവരാനാണ് ഈ ഉമ്മ പറയുന്നത്. ഈ ഉമ്മയുടെ ഒരു സഹതാപവും നമുക്ക് ഈ ഉമ്മയുടെ കരച്ചിൽ കേൾക്കുമ്പോൾ നമുക്ക് തോന്നുന്നില്ല. കാരണം ഇവനും കൂടെ കൂടിയാണ്, ഈ മകനും കൂടെ കൂടിയാണ് 35 ലക്ഷം രൂപയുടെ കടം വരുത്തി വെച്ചത്. ആ പാവം മനുഷ്യന് ഗൾഫിൽ പോയി കിടന്ന് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ പൈസ മുഴുവനും ഇവർ രണ്ടുപേരും കൂടെ തിന്നു മുടിക്കുകയാണ് ചെയ്തത്. എന്നിട്ട് അതിൻ്റെ ഇടയ്ക്ക് അദ്ദേഹം 7 വർഷത്തോളം പെട്ടുപോയിട്ട് നാട്ടിൽ വരാതിരുന്നു. അതിനിടയ്ക്ക് അദ്ദേഹം ഒരു 4 ലക്ഷം രൂപയോളം ഇവർക്ക് അയച്ചു കൊടുത്തതിൽ 2 ലക്ഷം രൂപ മാത്രമാണ് ഇവർ കടം വീട്ടിയത്. ബാക്കി 2 ലക്ഷം രൂപ ഈ അമ്മയും മകനും കൂടി ധൂർത്തടിക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെയുള്ള അമ്മമാരാണ് ഇതുപോലുള്ള മകനെ ഇങ്ങനെ ആക്കി തീർക്കുന്നത്. ഇതിൻ്റെ ഒരു പ്രധാന പങ്ക് ഈ അമ്മയ്ക്കുണ്ട്. ഇപ്പോൾ 24 ന്യൂസിൻ്റെ വകയായിട്ട് വീട് വെച്ച് കൊടുക്കുന്നു. ഇത് എന്തൊരു അടിസ്ഥാനത്തിലാണ് ഇവർക്ക് വീട് വെച്ച് കൊടുക്കുന്നതെന്ന് ചോദിക്കേണ്ട ഒരു കാര്യം എനിക്ക് തോന്നിയത് കൊണ്ട് പറയുകയാണ്. ഒരുപാട് പേര് ഇതിലും കഷ്ടപ്പാടുകൾ അനുഭവിച്ച് ജീവിതം മുന്നോട്ട് പോകാൻ പറ്റത്തില്ലാത്ത സ്ഥിതിയിൽ ഇരിക്കുന്ന ആളുകളുണ്ട്. ഒരു വീട് പോലും ഇല്ലാതെ നനഞ്ഞൊലിക്കുന്ന വീട്ടിൽ താമസിക്കുന്നവരുണ്ട്. അതുപോലെ തന്നെ നമ്മൾ കണ്ട വാർത്തയാണ് ഷഹബാസിൻ്റെ മരണം. ആ കുട്ടിയുടെ ഒരുപാട് ആഗ്രഹമായിരുന്നു വീട് വെക്കണമെന്നുള്ളത്. ആ കുഞ്ഞിൻ്റെ ഒരു കുടുംബത്തിന് വീട് വെച്ച് കൊടുക്കുമായിരുന്നെങ്കിൽ ഇതിലും വളരെ വലിയ പ്രയോജനവും ഉണ്ടായിരുന്നെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഈ ഒരു കാര്യത്തിൽ, ഈ നിലപാടിനോട് ഒട്ടും അഫാൻ്റെ കുടുംബത്തിന് വീട് വെച്ച് കൊടുക്കുന്നതിനോട് ഒട്ടും യോജിപ്പില്ല.